ഇന്നത്തെ കാലത്ത് പലരെയും പ്രത്യേകിച്ച് സ്ത്രീകളെ ബാധിക്കുന്ന ഒന്നാണ് അരക്കെട്ട് മുതൽ താഴേക്ക് വണ്ണം കൂടുന്നത്. നിതംബത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതും അരക്കെട്ടിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകളിൽ കൂടുതലായും കാണുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും മെനോപോസ് സമയത്ത് പ്രായമാകുമ്പോൾ തന്നെയാണ് ഇത്തരം ബാലൻസ്ഡ് അല്ലാത്ത രീതിയിൽ കൊഴുപ്പ് സ്ത്രീകളിൽ അടിഞ്ഞുകൂടുന്നത്. പുരുഷന്മാരിൽ ഇത്തരം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുടവയർ രൂപത്തിലാകും. ചില സ്ത്രീകൾക്ക് അരക്കെട്ട് ഭാഗത്ത് തടി കൂടുന്നതിനൊപ്പം വയറും ചാടും. നിതംബ ഭാഗത്തെ കൊഴുപ്പ് സ്ത്രീകൾക്ക് സൗന്ദര്യം കൂടുന്നുവെന്ന് കരുതുന്നവരുണ്ട്. പല സെലിബ്രിറ്റികളും ഈ ഭാഗത്ത് സർജറി ചെയ്തിട്ടും മറ്റും തടി വർദ്ധിപ്പിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ ഇത്തരത്തിൽ അരക്കെട്ട് ഭാഗത്ത് തടി കൂടുന്നത് ആരോഗ്യകരമാണോ? ഇതിന് കാരണം എന്തെന്നറിയാം. ഇത് വാസ്തവത്തിൽ അപകടകരമാണോ എന്നും അറിയാം. ഇതിനെല്ലാം കാരണം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തന്നെയാണ്. പല കാരണങ്ങൾ ഇതിനുണ്ട്. ചിലർക്ക് പാരമ്പര്യമായി ഇതുണ്ടാകും. വണ്ണമുള്ള കുടുംബ പ്രകൃതമാണെങ്കിൽ ഇത് സാധാരണയാണ്. ഇതുപോലെ ടെൻഷൻ കൂടിയാൽ അമിതമായി തടി വെക്കുന്നവരുണ്ട്. വ്യായാമക്കുറവും ഉറക്കമില്ലാത്തതുമാണ് മറ്റൊരു കാരണം. ടെൻഷൻ, ഉറക്കക്കുറവ്, ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് കാരണം. ഇതല്ലാതെ തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതുണ്ടാകാം. സ്ഥിരം കലോറിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതും സ്ത്രീ പുരുഷ ഹോർമോൺ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന കൊഴുപ്പുമുണ്ട്. സ്ത്രീകളിൽ ഈസ്ട്രജനും പുരുഷന്മാരിലെ ആൻഡ്രോജൻ ഹോർമോണുകളുമാണ് ഇത്തരം കൊഴുപ്പിനിടയാക്കുന്നത്. പുരുഷന്മാർക്ക് കൊഴുപ്പടിഞ്ഞു കൂടുന്നത് വയറ്റിലാണ്. ഇതുപോലെ കഴുത്തിലും മാറിടത്തിലും വരും. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനം നിതംബത്തിലും തുടയിലും കാലിലും മാറിടത്തിൽ അല്പമായും കൊഴുപ്പടിഞ്ഞു കൂടുന്നു. വാസ്തവത്തിൽ പുരുഷന്മാരിൽ വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തന്നെയാണ് കൂടുതൽ അപകടം. ഇത് ലിവർ, ഹൃദയ, പാൻക്രിയാസ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. സ്ത്രീകളിലെ മറ്റ് ശരീരഭാഗങ്ങളിൽ വന്നടിയുന്ന കൊഴുപ്പിനേക്കാൾ പുരുഷന്മാരിൽ ചില ഭാഗങ്ങളിൽ വന്നടിയുന്ന കൊഴുപ്പിനാണ് അപകടം ഏറെ എന്നതാണ് വാസ്തവം. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ ഒരു പരിധി വരെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്ന മെനോപോസ് പോലെയുള്ള ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് നിതംബ, മാറിട ഭാഗത്ത് കൊഴുപ്പ് കുറഞ്ഞ് വയർ കൂടുതലാകുന്ന അവസ്ഥയുണ്ടാകുന്നത് സാധാരണയാണ്. സ്ത്രീകളിൽ പോളിസ്റ്റിക് ഓവറി പോലുള്ള രോഗങ്ങളിൽ വയർ ചാടും, മുടി പോകും, രോമം വരും. ഇതിന് കാരണം പുരുഷ ഹോർമോൺ വർദ്ധിക്കുന്നതാണ്. ഗൈനോയ്ഡ് ഒബിസിറ്റിയാണ് സ്ത്രീകളിൽ അരക്കെട്ട് ഭാഗത്തേക്കുള്ള തടി കൂടാനുള്ള കാരണമാകുന്നത്. പുരുഷന്മാരിൽ കൊഴുപ്പടിഞ്ഞ് വയർ ചാടുന്നത് ആൻഡ്രോയിഡ് ഒബിസിറ്റി എന്നും വിളിക്കുന്നു. ഇവരിൽ ഈ ഭാഗത്ത് വണ്ണം കൂടുന്നത് മുട്ടുവേദന, കാൽവേദന, നടുവേദന പോലുള്ള പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതിന് പരിഹാരമായി ചെയ്യേണ്ടത് കൃത്യമായ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഹോർമോൺ അവസ്ഥകളെ നിയന്ത്രിക്കുന്നതുമെല്ലാം തന്നെയാണ്. വയറ്റിലുണ്ടാവുന്ന കൊഴുപ്പിനേക്കാളും അരക്കെട്ടിനും കീഴ്ഭാഗത്തും വരുന്ന കൊഴുപ്പ് അപകടകരമല്ലെങ്കിലും ഇതും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതാണ് വാസ്തവം. സ്ത്രീ ശരീര ഭംഗി നിതംബത്തിലെ കൊഴുപ്പാണെന്നും വണ്ണമേറിയ അരക്കെട്ടാണെന്നും കരുതുന്നത് ആരോഗ്യ പ്രശ്നമാണെന്ന് ചുരുക്കം. അതേസമയം ഇത് ക്യാൻസർ, ഹൃദയാഘാത സാധ്യതകൾ ഉണ്ടാക്കുമെന്ന ധാരണകളും തെറ്റാണ്. എന്നാൽ ഏത് ഭാഗത്തും കൊഴുപ്പടിഞ്ഞു കൂടുന്നത് ഉണ്ടാക്കുന്ന അപകട സാധ്യതകൾ ഇതിനുമുണ്ട്. വയറ്റിൽ വന്നടിയുന്ന കൊഴുപ്പിന് അത്രയും അപകടകാരിയല്ല ഇതെന്ന് മാത്രമേ ഉള്ളൂ.